മുനമ്പം വിഷയത്തിൽ അതിനിർണായക ഉത്തരവുമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. 1950 ആധാരപ്രകാരം ഇത് ഫറൂഖ് കോളേജിനുള്ള ദാനമാണെന്നും ഭൂമി തിരിച്ചെടുക്കുവാനുള്ള വ്യവസ്ഥ വന്നതോടെ ഭൂമി വഖഫ് അല്ലാതായെന്നും കോടതി വ്യക്തമാക്കി. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലപാടെടുത്തത്. വഖഫ് നിയമം അനുസരിച്ചുള്ള നടപടികളെ പറ്റൂ എന്നും നിലപാടെടുത്തിരുന്നു. എന്നാൽ ഡിവിഷൻ ബെഞ്ച് ഇത് തിരുത്തുകയായിരുന്നു. സർക്കാരിന്റെ അപ്പീലിലായിരുന്നു ഹർജി. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ മുനമ്പത്തെ ഭൂമിയുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ചിരുന്നു. ഇത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. തുടർന്ന് ഇതിനെതിരെ അപ്പീൽ പോവുകയായിരുന്നു. ഈ അപ്പീലിലാണ് സർക്കാരിന് അനുകൂലമായി ഉത്തരവ് വന്നിരിക്കുന്നത്. സർക്കാരിന് കമ്മീഷൻ വെക്കാനും ഭൂമി പരിശോധിക്കാനുമുള്ള അവകാശമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇതിനൊപ്പമാണ് സുപ്രധാന നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയായി കണക്കാക്കാൻ കഴിയില്ല. 1950 ആധാരപ്രകാരമാണ് വഖഫ് ഭൂമി എന്ന നിലയിൽ ഫറൂഖ് കോളേജിലേക്ക് വരുന്നത്. തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥ അതിൽ ഉൾപ്പെടുന്നു. ഭൂമി തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥ വന്നതോടെ അത് വഖഫ് അല്ലാതായി മാറിയെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. അതേസമയം കേരള സർക്കാർ ആർജവം കാട്ടണമെന്നും ഇന്ന് തന്നെ മുനമ്പംകാരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും ട്രൈബ്യൂണലിലെ കേസ് നടത്തിപ്പും വഖഫ് ഭേദഗതിയിലെ സെക്ഷൻ 2 രണ്ടാം പ്രോവിസിയോയുടെ ചട്ടരൂപീകരണവും ഊർജിതമാക്കണമെന്നും ഫാദർ ജോഷി മയ്യാറ്റിൽ ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇന്നലെ മുനമ്പം വിഷയത്തിൽ ഹൈക്കോടതി അതിശക്തമായ പരാമർശങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടു. ശ്രീ രാമേന്ദ്രൻ നായർ, ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ്റെ മുന്നോട്ടുള്ള പോക്കിനെക്കുറിച്ചായിരുന്നു വിധി. ഈ വിധിയിലൂടെ നമ്മളെല്ലാവരും വ്യക്തമായി പഠിച്ച് പറഞ്ഞിരുന്ന അക്കാര്യം, അതായത് മുനമ്പം വഖഫല്ല എന്ന ആ വസ്തുത അതിശക്തമായ രീതിയിൽ കോടതി മുന്നോട്ട് കൊണ്ടുവന്നു. എന്ന് മാത്രമല്ല, മുനമ്പത്തെ കൊള്ളയടിക്കാൻ വന്ന ഒരു കൂട്ടർ എന്ന രീതിയിലാണ് വഖഫ് ബോർഡിൻ്റെ നീക്കങ്ങളെ കോടതി വിലയിരുത്തിയിരിക്കുന്നത്. ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള സർക്കാർ ആർജവം കാണിക്കുക എന്നതാണ്. ഇന്നു തന്നെ കേരള സർക്കാർ ഗവൺമെൻറ് ഓർഡർ ഇറക്കി ഈ ജനത്തെ അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ നൽകി സ്വതന്ത്രർ ആക്കണം. വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം വലിയ അനീതിയാണ് റവന്യൂ വകുപ്പ് ഈ ജനത്തോട് 2019 മുതൽ, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ജനം മനസ്സിലാക്കിയത് 2022 മുതൽ, കഴിഞ്ഞ 3-4 വർഷങ്ങളിലായി റവന്യൂ തടങ്കലിലാണ്. സാമ്പത്തികമായ ഞെരുക്കം കൊണ്ട് ഹൃദയം പൊട്ടി മരിച്ചവരുള്ള ഒരു ഇടമാണ് മുനമ്പം. മാനസികമായ പ്രശ്നങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കഴിഞ്ഞ ജനമാണ് മുനമ്പത്തുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, കൈകൂപ്പി അഭ്യർത്ഥിക്കാനുള്ളത്, ദയവ് ചെയ്ത് മുഖ്യമന്ത്രി ഇന്നു തന്നെ ഗവൺമെൻറ് ഓർഡർ ഇറക്കണം. ഇന്നു തന്നെ ഈ ജനത്തെ ഫ്രീ ആക്കണം. അവരുടെ റവന്യൂ അവകാശങ്ങൾ, വലിയ അനീതിയാണ് അവരോട് ഇത്രയും നാൾ ചെയ്തത്. ഇന്ന് തന്നെ നിങ്ങൾ അവരെ മോചിപ്പിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ കോസിനോട് എന്ത് ആത്മാർത്ഥതയുണ്ട് എന്ന് ജനം തിരിച്ചറിയും. അതുകൊണ്ട് ഇന്നു തന്നെ ഗവൺമെൻറ് ഓർഡർ ഇറങ്ങണം. ഇന്ന് ശനിയാഴ്ച 11-ാം തീയതി, ശനിയാഴ്ച, ഒക്ടോബർ മാസം 2025. ഇനി അടുത്ത കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. പ്രിയപ്പെട്ടവർ, ഈ ഡിവിഷൻ ബെഞ്ച് വിധിയിൽ ഒത്തിരി നമ്മൾ ആഹ്ലാദിക്കരുത്. കാരണം തീർച്ചയായും സുപ്രീം കോടതിയിൽ ഇതേക്കുറിച്ചുള്ള അപ്പീൽ തീർച്ചയായിട്ടും പോകും. അത് തന്നെ നമ്മൾ മുന്നിൽ കാണണം. അങ്ങനെ അപ്പീൽ പോയാൽ ഹൈക്കോടതിയിൽ ജഡ്ജസ് നടത്തിയിരിക്കുന്ന പല പരാമർശങ്ങൾക്കും അവിടെ പൂട്ട് വീഴാം. അത് നിയമം മനസ്സിലാക്കുന്നവർക്ക് പിടികിട്ടും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുകൊണ്ടെല്ലാമായി എന്ന് വിചാരിക്കരുത്. എന്ന് മാത്രമല്ല, വഖഫ് ട്രൈബ്യൂണലിൽ ഉള്ള കേസ് അതിശക്തമായ വിധത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഒപ്പം വഖഫ് അമെൻമെൻറ്റ് ആക്ടിലെ സെക്ഷൻ 2 ഇമ്മീഡിയറ്റായി അതിലെ റൂൾസ്
റെഡിയായി വരുന്ന പാർലമെൻറ്റിൽ തന്നെ അത് പാസ്സാകണം എന്ന ഒരു നിഷ്കർഷ നമുക്ക് വേണം. അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനങ്ങളെയും ശക്തമായി സമ്മർദ്ദത്തിലാഴ്ത്താൻ നമുക്ക് സാധിക്കണം. കേരള ജനത എല്ലാവരും ഈ വിഷയത്തിൽ ഇന്നലെ ഉണ്ടായ വിധിയിൽ വളരെ സന്തുഷ്ടരാണ്. മുനമ്പം ജനത്തിന് വലിയ ആശ്വാസം നൽകുന്ന വിധിയാണ്. പക്ഷേ കേരള സർക്കാർ ഇമ്മീഡിയറ്റായിട്ട് ഇടപെടണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.